എന്ത് വഴിയാ? ബാഗോ? വീടേ. വീട് ഇതാണോ? വേറെയോ? പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നാ പെട്ടി എടുക്കുവാ. ഓ, ഈ പറച്ചിലായിട്ട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് തോന്നി ജോലിക്ക് വരുന്നത്. ശ്യാമേ, ഇതാണ് ഇവിടുത്തെ ഗൃഹനാഥൻ കനകൻ. ഇത് കനകന്റെ ഭാര്യ ജമന്തി. നമസ്കാരം സാർ. പിന്നെ അമ്മയുണ്ട്. അമ്മ സുഖമില്ലാതിരിക്കണം, അത് ഞാൻ പറഞ്ഞില്ല. അതാണ് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ പെങ്ങൾക്കും തീരെ സുഖമില്ല, അവളാകെ ദേഹത്തൊക്കെ പൊള്ളിരിക്കാണ്. എല്ലാം കൂടെ ഇവൾക്ക് താങ്ങൂല. അതുകൊണ്ടാണ് ഐശ്വര്യമായിട്ട് കേറിക്കോ. അതെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ എന്താന്ന് വെച്ചാൽ ബാക്കി കഥകളൊക്കെ പറഞ്ഞു. ഒരു വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ, അതിന് മാത്രം പണിയൊന്നുമില്ലല്ലോ. പറഞ്ഞ് പേടിപ്പിക്കണ്ട. അവിടെ പുള്ളി ഇവിടെ പുള്ളി അവിടെ നിക്കട്ടെ ആദ്യം. ചേട്ടാ, പേരെന്താന്നാ പറഞ്ഞു? ജമന്തി. ജമന്തി. ചായ ഇടുവാന്നോ? ചായ എടുക്കട്ടെ? ആ, എടുക്ക്. യോ, ഇവിടെ എല്ലാം വാരി നിരന്ന് കിടക്കുവാന്നല്ലോ. അതെ, വൃത്തിയാക്കിട്ടുണ്ട്. ചായ ഒക്കെ ഇടാൻ നോക്കാനേ. അല്ല, അമ്മ ഇപ്പൊ അടുക്കള കേറാത്തോണ്ടാ. ഇല്ലെങ്കിൽ എല്ലാം വൃത്തിയായിട്ട് ഇരിക്കാറുണ്ട്. ഓ, അമ്മയ്ക്ക് സുഖം ഇല്ലാത്തോണ്ടാണ്. അമ്മയാണ് ഇതെല്ലാം അടുക്കള ചെയ്യുന്നത്. അല്ല, അമ്മയുടെ കൂടെ ഞാനും നിക്കും. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടേ. അവിടെ നാത്തൂന് വയ്യാതായി പോയില്ലേ? നാത്തൂന് വയ്യാതായ. അതുകൊണ്ടാ ഇപ്പൊ ചേച്ചി ഇങ്ങോട്ട് വരണ്ടി വന്നേ. ആണോ? എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛന് വയ്യാതിരിക്കാണേ. അപ്പൊ അച്ഛന് ഭയങ്കര വലിവുണ്ട്, നല്ല വയസ്സായി. അതുകൊണ്ടാ. വലിവിന്റെ അസുഖമാണോ? നമ്മുടെ അടുത്ത് നല്ലൊരു ഒറ്റമൂലിയുണ്ട്, നല്ല വൈദ്യന്. അവിടോട്ട് കൊണ്ടുപോയല്ലോ നമുക്ക്. ഒറ്റമൂലിയൊക്കെ ഈ വയസ്സാങ്കാലത്ത്? വയസ്സാങ്കാലത്ത് എന്ന് പറയും. വയസ്സാങ്കാലത്ത് ഈ ഒറ്റമൂലിയൊക്കെ ആയുർവേദമൊക്കെ പിടിക്കത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. ചേച്ചിക്ക് ഇപ്പൊ ചായ തരട്ടെ? എന്നാ ചായ ഇതാർക്ക്? ഏട്ടനെ കൊണ്ടുപോവാ. ഞാൻ കൊണ്ട് കൊടുക്കാം. അയ്യോ, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം. എനിക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ചേച്ചി ഇവിടുത്തെ അടുക്കള പണിയൊന്നും ചെയ്യണ്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ ഒന്ന് കാര്യങ്ങൾ നോക്കണം, അത്രേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ചായ ഞാൻ സാറിനോട് കൊടുക്കാം. കുഴപ്പമില്ല, ഞാൻ സാറിനോട് കൊടുക്കാം. എന്തോ ഒരു കുഴപ്പമുണ്ടോ? വായാടിയാ, അത്രേ ഉള്ളായിരിക്കും. അയ്യോ, ഇതെന്തുവാ ചേച്ചി ഇത്? നാത്തും പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരാ? എന്നെ മനസ്സിലായോ? ഞാൻ ശ്യാമ, ഇവിടുത്തെ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, പറഞ്ഞായിരുന്നു വരുന്നുള്ളത്. തീരെ സുഖമില്ല അല്ലേ? കൊഴപ്പില്ല, ഇതേ ചൂടുവെള്ളം കഞ്ഞി വറുത്തതാ. അത് സാരമില്ല. ഞാൻ നാളെ ജോലിക്ക് പോയ വീട്ടിൽ ഇതുപോലെ അമ്മയുടെ ദേഹത്ത് മൊത്തം കഞ്ഞിവെള്ളം വീണ് പൊള്ളി. പെട്ടെന്ന് അതൊക്കെ അങ്ങ് മാറി. ഇതും കുറഞ്ഞു, നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. കുളിക്കാൻ വെള്ളം എടുക്കട്ടെ? അയ്യോ വേണ്ട, ക്ലീറ്റോ വരുമ്പോ ചെയ്തോളൂ. ക്ലീറ്റോ ഒന്ന് പുറത്തു പോയതാ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി. ഓ, വേറെ ആരും ഇല്ല ഇവിടെ? ഇല്ല, ഞാനും മോളും ക്ലീറ്റോയും മാത്രമേ ഉള്ളൂ. എവിടെ വീട്? വീട് അങ്ങ് വെഞ്ഞാറമ്മൂടാ. ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, 2 മക്കളുണ്ട്, എല്ലാരും ഉണ്ട്. പിള്ളേര് പഠിക്കായിരിക്കും? പഠിക്കുക. അയ്യോ, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ പിള്ളേരുടെ അടുത്ത് ആരാ? അമ്മയോ? എന്റെ അമ്മയുണ്ട്. ആരാച്ചി ഇവിടെ തയ്ക്കുന്നേ? ഞാൻ തയ്ക്കും. അയ്യോ, ഇപ്പൊ കൈ വയ്യാതായ പിന്നെ തയ്യലൊന്നും ഇല്ലല്ലേ? കൈ വയ്യാതെ. ഞാൻ പോയി വെള്ളം എടുക്കട്ടെ, കുളിക്കാൻ. ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വരാം. പാടാവോ? ഒരു പാടുമില്ല. എന്ത് പാടാ? എന്നാ ആ അടുക്കളയിലേ ഒരു വലിയ കലത്തില് വെള്ളം വെച്ചിട്ടുണ്ട്, അന്ന് കുളിമുറിലോട്ട് പകർന്നാ മതി. ശരി ശരി. കണ്ടോ? അതെടുത്തോട്ടാ. ഞാൻ പോയിട്ട് വരട്ടെ ചേച്ചി? മോള് പോയിട്ടോ, ധൈര്യമായിട്ട് പോയിട്ടോ. അമ്മയുടെ അടുത്തൊന്നും മാറരുത്. അമ്മയുടെ കാര്യം ഓർത്ത് എന്തിനാ മോൾ ഇത്രയും വിഷമിക്കുന്നത്? ഞാൻ നോക്കിക്കോളാം. അതല്ല, അമ്മ എണീക്കാനൊക്കെ നോക്കുക, അതുകൊണ്ടാ. അയ്യോ, അമ്മ എഴുന്നേക്കാനും അമ്മയുടെ സ്വഭാവം 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. എപ്പ ചാടി പോയാൽ നോക്കിയാൽ മതി. എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും ഒന്നും തിരിച്ചു പറയരുതേ. ഞാനൊന്നും പറയത്തില്ല, മോള് പോ. പിന്നെ പാലിരിപ്പുണ്ട്, കാച്ചിട്ട് ആദ്യം നാത്തൂന് കൊടുക്കുക. അത് അവിടെ ഒന്നും കഴിക്കാതെ ഇരിക്കും. ബാക്കി ഉണ്ടെങ്കിൽ ഏട്ടന് ചായ കൊടുത്താൽ മതി. ശരി ശരി, എല്ലാം നോക്കിക്കോണേ. എനിക്കെന്തോ പേടി പോലെ. എന്ത് പേടി? അച്ഛന് ശ്വാസം മുട്ടലല്ലേ, അതിന് ആശുപത്രി കൊണ്ടുപോകണു. അതിലാ മറ്റേ സാധനം തീരാവുന്ന കാര്യമല്ലേ ഉള്ളതൊക്കെ. അതിനകത്ത് കരയാൻ മാത്രം എന്താണ്? കരയാനുള്ള വല്ല വിഷയം ഉണ്ടെങ്കിൽ അവർ ആദ്യം വിളിക്കുക, എന്നെ നിന്നല്ല. ഈ സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഈ കൊച്ചിനെ വിഷമിപ്പിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടനെ വിളിക്കാം. പൈസ ഉണ്ടോ കയ്യില്? ഉണ്ടോന്ന് നോക്കില്ലെങ്കിൽ പിന്നെ അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൊറേ പൈസ ഉണ്ടല്ലോ.
ആ പൈസയൊക്കെ ഉണ്ട്. പോയിട്ട് വരട്ടെ. ആ ചേച്ചി പിന്നെ തുണിയൊന്നും കഴുകണ്ട, ഞാൻ വന്നിട്ട് കഴുകിക്കോളാം. അയ്യോ മോള് പൊയ്ക്കോ. ഏട്ടന്റെ തുണിയൊക്കെ അവിടെ ഇട്ടാ മതി, ഞാൻ വന്നിട്ട് എന്റെ പൊന്നു മോള് ധൈര്യം ഏട്ടന്റെ തുണിയൊക്കെ ഞാൻ കഴുകിക്കോളാം. Aliyan versus Aliyan.